ഇന്നലെ പകലും രാത്രിയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് UDFനെ പ്രതിരോധത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഗവൺമെന്റ് പ്ലീഡർ നിയമനമാണ്. ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി സർക്കാർ നിയമിച്ചത് പ്രഗത്ഭനായ അഭിഭാഷകനായ KB പ്രദീപിനെ. ഇതുൾപ്പെടെയുള്ള ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമന ഉത്തരവ് പുറത്തു വന്നതോടെ സംഭവം വിവാദമായി മാറി. ചാനലുകളിൽ വാർത്ത കത്തി. ദേവസ്വം മന്ത്രി കൂടിയായ K മുരളീധരൻ ഇതിനോട് പ്രതികരിച്ചത് നിയമനം മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ് എന്നാണ്. മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെ എതിർക്കാനില്ല. കാരണം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ ബാധിക്കുന്ന കാര്യമാണ്. പ്രദീപിന്റെ നിയമനം ഇത്രയും വിവാദമായതെന്താണ്? അതിന് കാരണമുണ്ട്. അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള ഒരു സ്ഥാപനമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്. ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ കട്ടിളപ്പാളികളിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണം ഉരുക്കി വേർതിരിച്ചെടുത്തത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചായിരുന്നു. അതാണ് സ്ഥാപനത്തിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെ പ്രതിയാകാൻ കാരണം. എന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തു വന്ന ആദ്യ നാളുകളിൽ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ വ്യക്തിയായിരുന്നു അഭിഭാഷകനായ KB പ്രദീപ്, സ്മാർട്ട് ക്രിയേഷൻസിന്റെ നിയമോപദേശകൻ. സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചിട്ടില്ല, ചെമ്പുപാളിയിൽ പൂശിയ സ്വർണം ഇവിടെ വേർതിരിക്കില്ല തുടങ്ങി പല ന്യായവാദങ്ങളും നിരത്തി തന്റെ കക്ഷിയെ ന്യായീകരിക്കുന്ന ചുമതലയായിരുന്നു പ്രദീപ് നിർവഹിച്ചത്. എന്നാൽ പിന്നീട് സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിനുള്ള പങ്ക് തെളിയുകയും CEO പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെ അറസ്റ്റിലായി ജയിലിൽ പോവുകയും ചെയ്തു. പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജിയിൽ ഉൾപ്പെടെ ഹാജരായതും പ്രദീപാണ്. പ്രദീപിന്റെ ഈ പശ്ചാത്തലമാണ് ഗവൺമെന്റ് പ്ലീഡറായുള്ള നിയമനം വിവാദമാക്കിയത്. സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനുള്ള UDF സർക്കാർ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് CPM ആരോപിച്ചു. മുൻ ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. എന്തായാലും പ്രദീപിന്റെ നിയമനം ധാർമ്മികമായി ശരിയല്ലെന്ന വിമർശനം പൊതുവേ ഉയർന്നു. എന്നാൽ പ്രതിയുടെ ദൗർബല്യം അറിയുന്ന വക്കീൽ വാദിഭാഗത്ത് വരുന്നത് നല്ലതല്ലേ എന്ന തമാശ കലർന്ന K മുരളീധരന്റെ മറുപടിയൊന്നും പ്രശ്നം ലഘൂകരിച്ചില്ല. ഇന്നലെ ചാനലുകളിലെ രാത്രി ചർച്ചകളിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധികൾ നിയമനത്തെ ന്യായീകരിക്കുന്നതാണ് കണ്ടത്. അവർ ഉയർത്തിയ വാദം KB പ്രദീപ് ദേവസ്വം വിഷയങ്ങളിൽ അഗ്രഗണ്യനായ അഭിഭാഷകനാണ് എന്നതാണ്. ക്ഷേത്രകാര്യങ്ങളിൽ അതിയായ അറിവുണ്ട്. നിരവധി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൈക്കോടതി തന്നെ അദ്ദേഹത്തെ അഡ്വക്കേറ്റ് കമ്മീഷനായും അമിക്കസ് ക്യൂറിയായും നിയമിച്ചതുൾപ്പെടെ കോൺഗ്രസ് വക്താക്കൾ വാദങ്ങളായി നിരത്തി. എന്നാൽ അതൊന്നും ഈ തെറ്റിനെ ഇല്ലാതാക്കുന്നതായിരുന്നില്ല. നിയമനം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയതോടെ നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടു. പ്രദീപിന്റെ രാജി ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ പ്രദീപ് തന്റെ രാജിക്കത്ത് നൽകി. ഇതോടെ ആ വിഷയം അവസാനിച്ചെന്ന് കോൺഗ്രസിനും സർക്കാരിനും ആശ്വസിക്കാം. എന്നാൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമനങ്ങളിൽ ഇങ്ങനെ വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. നേരത്തെ മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിച്ചത് വിവാദമാവുകയും പിന്നീട് രാജിവെച്ച് തടിയൂരുകയും ചെയ്തിരുന്നു. തെറ്റുണ്ടായാൽ തിരുത്തണം, അത് നല്ലത് തന്നെ. പക്ഷേ ഭരണത്തിലേറി കേവലം ഒരു മാസത്തിനകം തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയും കോൺഗ്രസും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നതിൽ സംശയമില്ല. എന്തായാലും വിഷയം ആളിക്കത്തിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച CPMന് കനത്തടിയാണ് രാജി ചോദിച്ചു വാങ്ങിയ മുഖ്യമന്ത്രി നൽകിയത്.